പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ അമേരിക്ക, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഞണ്ടുകളെ സ്ഫടിക ഭരണികളിലിട്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട ഒരു വിദേശി ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളെ വെച്ചിരിക്കുന്ന പാത്രം അടച്ചു വെക്കാത്തത് എന്തുകൊണ്ടാണ്? അവ പുറത്തേക്ക് പോകില്ലേ? ഇന്ത്യക്കാരൻ പറഞ്ഞു, സർ, ഈ ഞണ്ടുകളെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നവയാണ്. അവയ്ക്ക് പുറത്തു പോകാൻ കഴിയില്ല. കാരണം ഒരു ഞണ്ട് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അടുത്തുള്ള ഞണ്ട് അതിനെ പിടിച്ച് താഴേക്ക് വലിച്ചിടും. വിമർശനങ്ങൾ സദുദ്ദേശപരമായിരിക്കണം. നിലവിലുള്ള സംവിധാനത്തെ അല്പം കൂടി മെച്ചമാക്കാൻ ഉന്നം വയ്ക്കുന്നവയുമായിരിക്കണം. വിമർശകർ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ മിത്രങ്ങളാണ്. നമ്മുടെ കർമ്മശേഷിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നത് മിത്രങ്ങളല്ല, ശത്രുക്കളാണ്. നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകളെ പരമാവധി മെച്ചമാക്കാൻ സഹായിക്കുകയാണ് അവർ ചെയ്യുന്നത്. ശത്രുക്കളില്ലെങ്കിൽ ആരോട് മത്സരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടും എന്ന് പ്രശസ്ത കവി സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. വളർന്ന ആളിന് മാത്രമേ മറ്റൊരാളെ വളർത്താൻ കഴിയൂ. സ്വയം അംഗീകരിക്കുന്ന ആളിന് മാത്രമേ മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയൂ. സ്നേഹം നിറഞ്ഞവർക്കേ സ്നേഹം കൊടുക്കാൻ കഴിയൂ. നന്മയുള്ളവർക്കേ മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയൂ. മറ്റുള്ളവരെ വളർത്താൻ സഹായിക്കുകയും അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കുന്നത്. നന്മയില്ലാത്തവൻ അന്ധൻ എന്നൊരു പഴമൊഴിയുണ്ട്. 5 തെറ്റുകൾ ചെയ്യുന്ന ആളെ 50 തെറ്റുകൾ ചെയ്യുന്ന ആൾ വിമർശിക്കുന്നു. നന്മ നിറഞ്ഞ മനുഷ്യരുടെ ജീവിതം ഒരു വസന്തകാലം പോലെയാണ്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ദാസനായിത്തീരുക എന്നൊരു പഴമൊഴിയുണ്ട്. എല്ലാവരുടെ മേലും അധികാരം അടിച്ചേൽപ്പിക്കുന്നവരല്ല വലിയവർ. എല്ലാവരുടെയും പ്രതീക്ഷകളെ സഫലമാക്കാൻ സഹായിക്കുന്നവരാണ് ഏറ്റവും വലിയവർ. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറുക. നിങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അവർ നിങ്ങൾക്ക് ഒരു അവാർഡ് തന്നിരിക്കുന്നു. അതാണ് അവരുടെ വിമർശനം. ആ വിമർശനത്തിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക. ഉറച്ച ലക്ഷ്യബോധമുള്ള ഒരാളുടെ മുന്നിൽ ഒന്നിനും തടസ്സമായി നിൽക്കാൻ കഴിയില്ല. അവർ നിങ്ങളെ കല്ലെറിയാൻ തുടങ്ങിയെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ വിജയത്തിലേക്ക് എത്താറായിരിക്കുന്നു. എന്നിലെ ചെളി ചൂണ്ടിക്കാട്ടും മുൻപേ നിങ്ങളുടെ വിരൽ വൃത്തിയാക്കൂ എന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു വചനമുണ്ട്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.